ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഘടിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച പ്രതിപക്ഷ നേതാവിന്റെ സ്ഥലം വാങ്ങാൻ വൈകിയില്ലെന്ന നിലപാട് അപാര തൊലിക്കെട്ടിയുള്ളവർക്ക് യോജിക്കുന്നതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മമ്പാട് ടാണ ടീ ടൗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ 100 വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ 100, കോൺഗ്രസിന്റെ 100, യൂത്ത് കോൺഗ്രസിന്റെ 30, അങ്ങനെ 230 വീടാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ അവർ പറയുന്നത് 100 വീടാക്കി ചുരുങ്ങിയെന്നാണ്. അതെങ്ങനെ 100 വീടായി ചുരുങ്ങിയ? 230 വീട് വേണമല്ലോ. രാഹുൽ ഗാന്ധിയുടെ 100 വേണം, കോൺഗ്രസിന്റെ 100, അതും കോൺഗ്രസിന്റെ തന്നെ 100 കോൺഗ്രസിന്റെ വേണം, 30 യൂത്ത് കോൺഗ്രസിന്റെ വേണം. അതിപ്പോ 100 ചുരുക്കി എന്ന് ഇപ്പൊ പറയാണ്. അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ്. മൂന്നാമത്തത്, ലീഗിന്റെ വീടുകൾ പൂർത്തിയാക്കുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിന്റെ വീടുകളും പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ വീട് എങ്ങനെയാ പൂർത്തിയാക്കുക? കോൺഗ്രസിന് തറക്കല്ലിട്ടില്ല, പിന്നെ വീട് പൂർത്തിയാക്കുന്ന പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ്. നോക്കേ ഇത്രയും കാലമായിട്ട് 1.5 കൊല്ലമായി എന്നിട്ടാണ് നോക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകൾ ഉടൻ പൂർത്തിയാവുക എന്നാണ് അവരിപ്പോ പറയുന്നത്. അതൊന്നും സത്യമല്ല, കളവാണ് എന്നുള്ളത് സത്യമാണ്. ഈ 4-മത്തത്, കർണാടക സർക്കാർ 100 വീട് പൈസ തന്നല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ കർണാടക ഗവൺമെന്റ് തരുന്നത് കോൺഗ്രസിന്റെ വീടാകുക? ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് CPMന്റെ വീടാണോ? ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലാണോ ഉൾപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ തെറ്റായ പ്രചാരവേല നടത്തുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവ് കള്ളങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയായി മാറിയെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. സംസ്ഥാനത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ സ്ഥലം നൽകാത്തതിനാലാണ് കോൺഗ്രസിന്റെ വീട് നിർമ്മാണം താമസിച്ചതെന്ന ആരോപണം ആദ്യത്തെ കള്ളമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സ്പോൺസർമാർക്ക് സ്ഥലം നൽകാനാവില്ലെന്ന് ബന്ധപ്പെട്ട യോഗത്തിൽ തന്നെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തബാധിതർക്കായി ആദ്യം 230 വീടുകൾ നൽകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ 100 വീടുകളാണ് നൽകുന്നതെന്ന് പറയുന്നത് വസ്തുതാപരമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് വീട് നിർമ്മാണം ആരംഭിച്ചുവെന്ന പ്രചാരണവും തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടക സർക്കാർ നൽകിയ തുക കോൺഗ്രസിന്റെ സംഭാവനയായി ചിത്രീകരിച്ചതും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുക നൽകേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന അവകാശവാദവും തെറ്റാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ തുക വിനിയോഗം സുതാര്യമായ രീതിയിലാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.